ആസാം ഇലക്ഷനിൽ ഹിമന്ത ബിശ്വ ശർമ്മ തൂത്തുവാരുമോ? കോൺഗ്രസ് ദുർബലമാണല്ലോ പൊതുവെ. ഹിമന്ത് ബിശ്വ ശർമ്മ അതിശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. അദ്ദേഹം മുമ്പ് കോൺഗ്രസിന്റെ ശക്തനായ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം BJP-യുടെ ശക്തനായ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആസാമില് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഐഡന്റിറ്റി പൊളിറ്റിക്സും വികസനത്തിന്റെ പൊളിറ്റിക്സും ഉണ്ട്. ഹിമന്ത് ബിശ്വ ശർമ്മ രണ്ടിനെയും സമാസമം ലയിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. പലപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹം മാറിയെങ്കിലും അദ്ദേഹം വികസനമടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് ഗ്രൗണ്ട് സെന്റിമെന്റ്സ്. അസാമിലെ പോപ്പുലേഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ ഏകദേശം 61.5% ഹിന്ദു ജനവിഭാഗമാണ്. ഏകദേശം 34.2% മുസ്ലിം ജനവിഭാഗമാണ്. ഏകദേശം ഒരു 3.7% ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധ ഹിന്ദു ഐക്യ രാഷ്ട്രീയമാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പ്രയോഗിക്കാറുള്ളത്. അതോടൊപ്പം അസാമിലെ തന്നെ ട്രൈബൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് അവരൊരു വലിയ ഫോഴ്സാണ്. ഏകദേശം 12 മുതൽ 12.5% വരെയാണ് ഇവർ അസാമിലെ പോപ്പുലേഷൻ ഉള്ളത്. അവരുടെ ഇൻഫ്ലുവൻസ് വളരെ അധികമാണ്. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളും ഉയർത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കോൺഗ്രസ് പഴയ രീതിയിൽ ശക്തരുമല്ല അവിടെ എന്നറിയാം. കോൺഗ്രസിന്റെ അതായത് അങ്ങേക്ക് അറിയുമ്പോൾ കൗതുകമായി തോന്നും. ഒരു 10 വർഷം മുമ്പ്, ഒരു പതിറ്റാണ്ട് മുമ്പും മറ്റും നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായി മുസ്ലിം പക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയും ഹിന്ദു പക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചിരുന്നത് ഗോഗോയിയെ പോലുള്ള ആൾക്കാരുമായിരുന്നു. ഇന്ന് അത് തിരിഞ്ഞു വന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അത് കാലവും മറ്റും തീരുമാനിക്കട്ടെ. എന്നിരുന്നാലും പ്രധാനമായി BJP-ക്കാണ് സാധ്യതകൾ ഇപ്പോൾ വ്യാപകമായി പറയപ്പെടുന്നത്. കാര്യം സ്ട്രോങ് മാൻ ഇമേജും ഐഡന്റിറ്റി പൊളിറ്റിക്സും അവർക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം AIUDF അവിടെയുണ്ട്. അത് മുസ്ലിം മെജോറിറ്റിയും ലോവർ ആസാം ബെൽസിലുമാണ് ഉള്ളത്. 2021 അവർ 16 സീറ്റ് വിജയിക്കുകയുണ്ടായി. പിന്നെ ആസാം ഗണ പരിഷത്തുണ്ട്. അവർ സ്മോളർ പ്ലെയർ ആണെങ്കിലും കഴിഞ്ഞ തവണ 9 സീറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. 9 സീറ്റോളം ഉണ്ട്. പിന്നെ ആസാമിന്റെ രാഷ്ട്രീയം വളരെ വളരെ വിഭിന്നമായ ഒരു വിവിധായ പ്ലെയേഴ്സ് അതിനകത്തുണ്ട്. ഇതാണ് ആസാമിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ രത്ന ചുരുക്കം. പൊതുവേ നമുക്കറിയാം ഹിമന്ത ബിശ്വ ശർമ്മ മുൻ കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പൊ ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJP എന്നുള്ള ആ ഒരു തത്വം കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുമോ? അപ്പൊ പൂർണ്ണാർത്ഥത്തിലല്ല. എന്താ പറ്റുക എന്ന് പറഞ്ഞാലേ, കോൺഗ്രസിലെ ഈ റൈറ്റ് ലീനിങ് സ്പേസിലുള്ള രാഷ്ട്രീയക്കാരെ കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പോ അങ്ങനത്തെ കുറെ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ റൈറ്റ് ലീനിങ് സ്പേസ് നിൽക്കുന്ന ആൾക്കാരെ, ആ കോൺഗ്രസ് റൈറ്റ് ആണ് പിന്നീട് BJP-യെ പോകുന്നത്. അങ്ങേക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൗതുകം തോന്നുന്നൊരു കാര്യം, ഇന്ത്യയിൽ BJP തുടങ്ങിയ അല്ലെങ്കിൽ ജനസംഘത്തിന്റെ തുടക്കക്കാരും മഹാനായ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ, നെഹ്റുജിയുടെ മന്ത്രിസഭയിൽ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെയാണ് അതാണ് അതിന്റെ ഒരു എന്താ പറയണേ, കോൺഗ്രസ് യഥാർത്ഥത്തിൽ പണ്ടൊരു മൂവ്മെന്റ് ആണ്. അതായത് കോൺഗ്രസിലെ ഇടതുപക്ഷക്കാർ, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളാണ് പിന്നീട് EMS-ഉം AK ഗോപാലനും ഒക്കെ ആയിട്ട് CPM ആയി മാറുന്നത്. അല്ലെങ്കിൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് CPM-ഉമായി മാറുന്നത്. കോൺഗ്രസിലെ വലതുപക്ഷത്തേക്ക് ലീൻ ചെയ്തവരാണ് പിന്നീട് BJP, RSS, ജനസംഘം അങ്ങനെയുള്ള ഒരു കൺസോൾട്ടേഷൻ ഇന്ന് കാണുന്ന BJP ആയി മാറുന്നത്. അപ്പോ ഇതൊരു ഇക്വേഷനാണ്. സമവായമെന്നോ സന്തുലനമെന്നോ ബാലൻസ് എന്നോ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഇവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല എന്ന സ്പേസിൽ നിന്നാണ് പോകുന്നത്. എന്തിന്? നമ്മുടെ കേരളത്തിൽ നോക്കൂ. കേരളത്തിലെ 2 മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ AK ആന്റണിയുടെയും കരുണാകരൻ സാറിന്റെയും മക്കൾ ഇന്ന് BJP-യിലാണ്. അനിലാകട്ടെ അല്ലെങ്കിൽ പത്മജ മാഡം ആകട്ടെ, അത് BJP-യിലാണ്. അപ്പൊ ഇതൊരു കോൺഗ്രസിന്റെ ഗ്രാവിറ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേറ്റിംഗ് ഫോഴ്സ് ടുവേർഡ്സ് സെന്റർ അവർക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള അവരുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ഓട്ടോമാറ്റിക്കലി BJP പോകുമെന്നല്ല, പകരം കോൺഗ്രസ് ഒരു സ്പേസ് ആണ്, ഇടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കണം. ഇത് പണ്ട് ഗാന്ധിജി ചെയ്തത് ഇത് തന്നെയാണ്. ഈ 2 വശങ്ങളെയും ബാലൻസ് ചെയ്തു. അന്ന് കോൺഗ്രസിലെ BJP ചായവുള്ളവർ അല്ലെങ്കിൽ വലതുപക്ഷത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് സർദാർ പട്ടേൽ പ്രധാനമന്ത്രിയാകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഇടതുപക്ഷം വളരെയധികം വീക്കാവും. അപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ചെയ്തത് സർദാർ പട്ടേലിനോട് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറഞ്ഞിട്ട് നെഹ്റുജിയെ കൊണ്ടുവരികയും അതുവഴി നെഹ്റുജി പ്രധാനമന്ത്രിയാകുകയും ചെയ്തതാണ്. ഈ ബാലൻസിലാണ് എല്ലാ രാജ്യങ്ങളും പോകുന്നത്.
അപ്പം കോൺഗ്രസ് ലെഫ്റ്റ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായതുപോലെ കോൺഗ്രസ് റൈറ്റ് പിന്നീട് BJP ആയതുപോലെ ഇന്ന് കോൺഗ്രസിന് ഒരു സെന്റർ ഫോഴ്സ് ആസാമിൽ ഇല്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് അങ്ങനെ ജയിച്ചു വരുമെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് തന്നെയാണ് സാധ്യത. പക്ഷെ എന്റെ ഒരു ഇന്ത്യക്കാരൻ നിലയിൽ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഹിമന്ത് ബിശ്വ ശർമ്മ ഈ മുസ്ലിം വിരുദ്ധ നറേറ്റീവ് ഇല്ലാതെ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കണമെന്നാണ്. അതായത് നമുക്ക് മുസ്ലിം ശത്രുത വേണ്ട, പക്ഷെ ഹിന്ദു ഐക്യം വേണം. അങ്ങനെ ഒരു ബാലൻസിലേക്ക് മോദിജിയുടെ ഭാഷയെ പറഞ്ഞ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, ഗാന്ധിജിയുടെ ഭാഷയെ പറഞ്ഞ സർവ്വധർമ്മ സമഭാവന, ഇനി അതിനെ സെക്കുലറിസം എന്ന് വിളിക്കാം, പ്ലൂറലിസം എന്ന് വിളിക്കാം, ഇനി വേറെ എന്തെങ്കിലും വിസം എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, വിശ്വമാനവികത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പന്റെ പാതയെന്ന് വിളിക്കാം, അയ്യപ്പനും ബാവരും വെളുത്തയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി എന്ന് ക്രിസ്ത്യാനി എന്ന പാത വിളിക്കാം. അപ്പൊ ഈ പാതയിലേക്ക് ഹിമന്ത് ബിശ്വ ശർമ്മ വരണം. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രോങ് മാൻ ഇമേജ് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കുണ്ട്. അദ്ദേഹത്തിന് ഒരു കൈയിൽ വികസനവും മറു കൈയിൽ സ്വത്വ രാഷ്ട്രീയവും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പോലും എനിക്ക് വ്യക്തമാണ്. മിയ മുസ്ലിം സമൂഹത്തെ കുറിച്ചുള്ള ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അതൊക്കെ അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ നമ്മുടെ നാട് ലോകത്തിൽ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷമുള്ള നാട് ഇന്ത്യയാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. ആ ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യൻ കൾച്ചറുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നവരുമാണ്. അങ്ങേക്ക് അറിയാവുന്നറിയില്ല, ഇന്തോനേഷ്യയിൽ രാമായണം ഏറ്റവും പോപ്പുലറാണ്. ഇന്തോനേഷ്യയിലെ കറൻസി നോട്ടുകളിൽ ശ്രീരാമനും ഗണപതിയും ഒക്കെ ഉണ്ട്. ഇന്തോനേഷ്യയിൽ രാമായണ എന്ന ഹോട്ടൽ ചെയിൻ ഉണ്ട്. ഇന്തോനേഷ്യയിൽ നമ്മുടെ ഗരുഡനാണ് ഇന്തോനേഷ്യയിലെ ഔദ്യോഗിക ചിഹ്നം. അപ്പൊ നമ്മളെല്ലാം ഒരേ ഒരു സംസ്കാരമോ ഫോർഫാദേഴ്സോ അല്ലെങ്കിൽ കളക്റ്റീവ് ലൈനേജോ ഉള്ളവരാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പല ഹിന്ദു മുസ്ലിം സ്പർദ്ധകളുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മാറിപ്പോയി. പക്ഷേ ഇവരെ ഒരുമിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ മിയ മുസ്ലിംസ് അടക്കമുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഈ ഇൻഫിൽട്രേറ്റേഴ്സ് പോലുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കണം. അത് മുസ്ലിം സമൂഹത്തെ ആശങ്കയിൽ നിർത്തുന്ന ഒരു കാര്യമാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് മോദി ഇപ്പൊ നോക്കുക, BJP-യോട് താല്പര്യമുള്ളവർ തന്നെ ശ്രദ്ധിക്കുക, മോദിജി എടുക്കുന്ന ലൈൻ നോക്കൂ, എത്ര നല്ല ലൈനാണ്. ആരെയും വെറുപ്പിക്കുന്നില്ല, കഴിയുന്നത്ര എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ഈദിന് അദ്ദേഹം പറയുന്നു, എന്റെ കൂടുള്ള അബ്ബാസ്, ഞാൻ ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോൾ ഈദിന് അബ്ബാസിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആഹാരം കൊടുത്തു വിടുമായിരുന്നു. മോദിജിയെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരും പറയുന്നത് യഥാർത്ഥത്തിൽ അബ്ബാസ് മോദിജിയുടെ കൂടെ അല്ല, മോദിജിയുടെ ചേട്ടന്റെ കൂടെ പഠിച്ചു എന്നാണ്. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രശ്നമല്ല അത്. കാരണം ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയുമ്പോൾ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാകുന്നു, വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ ഒരുമയും ഐക്യവും ഉണ്ടാകുന്നു. ഈദിന് എന്റെ വീട്ടിലൊന്നും വെക്കാറില്ല, എന്റെ മുസ്ലിം സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരങ്ങളാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന് ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. ഇതേപോലെ തന്നെ ക്രിസ്മസിന് നമ്മളെ ഹിന്ദുക്കൾ നല്ലൊരു ശതമാനം ക്രിസ്മസിന് സ്റ്റാർ തൂക്കുന്നതാണ്. ഇത് നമുക്ക് യേശു ക്രിസ്തുവിനോടുള്ള ഇഷ്ടവും മതസൗഹാർദ്ദത്തോടുള്ള ഇഷ്ടവും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരോട് ഐക്യദാർഢ്യവുമാണ്. അല്ലെങ്കിൽ റംസാൻ നോമ്പ് വരുമ്പോൾ ഞാനൊക്കെ ഒരു ദിവസം 1-2 ദിവസം നോമ്പ് എടുക്കാറുണ്ട്. ഇതൊരു പോസിറ്റിവിറ്റിയാണ്. തിരിച്ചിതേപോലെ തന്നെ എന്താ പറയണേ, വാവര് പള്ളിക്കാര് നമ്മൾ ശബരിമലയിൽ പോകുമ്പം നമ്മുടെ അയ്യപ്പ ഭക്തരെ അവിടെ സ്വീകരിക്കുന്നു. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ പാളയം ഇമാമും ക്രിസ്ത്യൻ പള്ളികളും എല്ലാം നമ്മുടെ ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ ഹിന്ദു സഹോദരിമാർക്ക് വെള്ളം കൊടുക്കുന്നു. ഇങ്ങനെയല്ലേ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ? ഈ ഐക്യത്തിലൂടെയല്ലേ ഏതൊരു രാജ്യത്തിനും, ഇന്ത്യ മാത്രമല്ല ഏതൊരു രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ മുസ്ലിം അപരത്വം ഉണ്ടാക്കുന്ന, മുസ്ലിം അതറിനെ ഉണ്ടാക്കുന്ന, അപരത്വം, ശത്രു, എതിരാളി തുടങ്ങിയ സാധനം ഉണ്ടാക്കുന്ന രാഷ്ട്രീയം നമ്മൾ ഉപേക്ഷിക്കണം. ഹിമന്ത് ബിശ്വ ശർമ്മ അല്ലാതെ തന്നെ ജയിക്കും. ഈ മുസ്ലിം വിരോധത്തിന്റെ ആവശ്യമില്ല. അതാണ് അതിലെ പോയിന്റ്. മറ്റൊരു പോയിന്റ്, പകരം ഹിന്ദു കൺസോൾട്ടേഷൻ വേണം, മുസ്ലിം പോളറൈസേഷൻ വേണ്ട. ഇത് രണ്ടാണ്. ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകണം, പക്ഷെ മുസ്ലിം പോളറൈസേഷൻ വേണ്ട. സർവോപരി ഇതിനെ ആത്മാർത്ഥമായിട്ട് അഡ്രസ് ചെയ്യാനും നമുക്ക് കഴിയണം. കപട മതേതരത്വത്തിന്റെ പേരിൽ നമ്മൾ ഇതെല്ലാം മുഖം മൂടി വെച്ച് മറച്ച് ഈ വളഞ്ഞ വഴി കൂടെ പറയുന്ന പരിപാടിയും കൂടെ നിർത്തണം. അതുകൊണ്ട് കുറച്ചുകൂടെ സത്യസന്ധമായി നമ്മൾ ഈ കാര്യങ്ങൾ കാണണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. കുടിയേറ്റക്കാർ അപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലേ? അപ്പോ ആസാം അക്കോർഡ് പോലുള്ളവർ നടപ്പാക്കാൻ ഒരുങ്ങിയത് രാജീവ് ഗാന്ധി ആയിരുന്നല്ലോ. അപ്പോ അങ്ങനെ യാതൊരു പ്രശ്നവും അവരുണ്ടാക്കുന്നില്ല. കുടിയേറ്റത്തിന്റെ പ്രശ്നങ്ങളും മറ്റും ഉണ്ട്. പക്ഷെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് അവിടുത്തെ എല്ലാ മുസ്ലിങ്ങളെ അഡ്രസ് ചെയ്യുന്നത് ആ നാട്ടിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കും. ഇപ്പൊ നമുക്കെല്ലാം അറിയാം, തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പഹൽഗാമിലടക്കം നമ്മുടെ ആൾക്കാരെ കൊന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളാണ്. പക്ഷെ അങ്ങ് ഇന്നലെ ഒരു വാർത്ത കണ്ടോന്നറിയില്ല, ആ വാർത്ത കാണണം. നമ്മുടെ ഇന്ത്യൻ സൈന്യം, ആലോചിക്കുക, ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കാൻ തീരുമാനിക്കുമ്പോൾ നമാസിന്റെ സമയം മാറ്റിയാണ് നമ്മൾ തിരിച്ചടിച്ചത്. ഇന്നലെ ഇന്ത്യൻ സൈനിക മേധാവിയുടെ വെളിപ്പെടുത്തലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പട്ടാളത്തിന്റെ നന്മ അതാണ്.
അതായത് നമ്മളെ എതിർക്കുന്ന, നമ്മളെ ആക്രമിക്കുന്ന മറുഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ അവർ പ്രാർത്ഥിക്കുന്ന സമയം അല്ലാത്ത സമയത്ത് മാത്രമേ നമ്മൾ ആക്രമിക്കാൻ തീരുമാനിച്ചുള്ളൂ. അത് നമ്മുടെ ദൗർബല്യമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ നന്മയാണ്. ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത നന്മയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. യുദ്ധസമാനമായ സാഹചര്യത്തിൽ പോലും തന്റെ ശത്രുവിന്റെ, സുഹൃത്തിന്റെ സഹോദരന്റെ ഒന്നുമല്ല, തന്റെ ശത്രുവിന്റെ ദൈവീക വിശ്വാസവും പ്രാർത്ഥനാ സമയവും കണക്കിലെടുത്ത് മാത്രമേ തിരിച്ചടിക്കൂ എന്ന് രാഹുൽ ഈശ്വർ എന്ന ഗാന്ധിയൻ പറയുന്നതല്ല, ഇന്ത്യയുടെ പട്ടാള മേധാവി പറയുന്നതാണ്. ഈ രാജ്യത്തിന്റെ മഹത്വവും നന്മയാണ്. ഇതാണ് നമ്മളെ വിശ്വഗുരുവാക്കുന്നത്. നമ്മളെ വിശ്വഗുരുവാക്കുന്നു എന്ന് മോദിജി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ആ വിശ്വഗുരുവാകുന്ന, അല്ലെങ്കിൽ RSSന്റെ ഏറ്റവും മനോഹരമായ ആശയങ്ങളിൽ ഒന്നാണ് ഈ വിശ്വഗുരു എന്ന ആശയം. ഇന്ത്യയെ വിശ്വഗുരുവാക്കും, ലോകഗുരുവാക്കും. ഇന്ത്യയുടെ ആ വിശ്വഗുരുവിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഇതിലൂടെയാണ് നമ്മൾ എത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ അവസാന ഫാസ്റ്റ് അല്ലെങ്കിൽ അവസാന സത്യാഗ്രഹം എന്തിനാണെന്ന് അറിയാമോ? പാകിസ്ഥാൻ ഇന്ത്യ കാശ് കൊടുക്കാനുണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ തീരുമാനിക്കും പാകിസ്ഥാന് നമ്മൾ കാശ് കൊടുക്കില്ല. നമ്മൾ അടിയുടെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ 55 കോടി രൂപ കൊടുക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നു, പാർട്ടീഷന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത്. സർദാർ വല്ലഭായ് പട്ടേൽ കൊടുക്കൂല എന്ന് പറയും. ഗാന്ധിജി അതിനുവേണ്ടി നിരാഹാര സത്യാഗ്രഹം നടക്കും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പാകിസ്ഥാനോട് നീതി കാണിക്കണമെന്ന് പറഞ്ഞ്, ഇന്ത്യൻ ഗവൺമെന്റ് നീതി കാണിക്കണമെന്ന് പറഞ്ഞ് നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ നന്മ. അപ്പൊ ആ നന്മയെ നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നമൊക്കെ ഉണ്ട്. ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ അടക്കം വലിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ വെട്ടിമുറിക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ലക്ഷം മുതൽ 1 കോടി ആൾക്കാർ, വ്യത്യസ്ത കണക്കുകളുണ്ട്, എന്തായാലും ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലേക്ക് പ്രവഹിച്ചിരുന്നു അന്നത്തെ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മുടെ വെസ്റ്റ് ബംഗാളിലേക്ക്. അങ്ങനെ ഇന്ദിരാഗാന്ധി എടുക്കുന്ന തീരുമാനമാണ് നമ്മൾ പാകിസ്ഥാനെ വെട്ടിമുറിക്കാൻ പോവുകയാണ്, ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം ഉണ്ടാകട്ടെ, മുജിബുർ റഹ്മാനെ അടക്കം സപ്പോർട്ട് ചെയ്തത്. ഈ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും എങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരായിട്ട്, ഗുസ്ബേറ്റിയായിട്ട്, പാരസൈറ്റ്സ് എന്നും ടെർമൈറ്റ്സ് എന്നും ഒക്കെ വിളിക്കുന്ന ഒരു ധ്വനി ഉണ്ടാകരുത്. പകരം നമ്മളെല്ലാം ഒരുമിച്ചാണ്. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യക്കാരും ഒരുമിച്ചാണ്. നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറുന്ന ചില വിദേശത്തു നിന്ന് വരുന്നവരുണ്ട്, അവരെ നമുക്ക് എതിർക്കണം എന്ന് പറയുന്ന കോൺഫിഡൻസ് ബിൽഡിംഗ് ചെയ്യാൻ കഴിയണം. ഇതല്ലേ സ്റ്റേറ്റ് ക്രാഫ്റ്റ്. നമ്മൾ സ്കൂളിലെയും കോളേജിലെയും ഡിബേറ്റ് അല്ലല്ലോ നമ്മുടെ ഒരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്കൂളിലും കോളേജിലും ഡിബേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്ന പോലെ അല്ല. ഒരു രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട്, കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ട്. അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം, വിശ്വാസത്തിലെടുക്കണം. എന്റെ സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിച്ചും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന വിശ്വാസം കൊടുക്കണം. അപ്പോ ഈ മിയാ മുസ്ലിങ്ങൾ പോലുള്ള പ്രയോഗങ്ങൾ ഗുണം ചെയ്യില്ല. അതാണ്, ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യുള്ളൂ.